നമ്രതയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവനെ കൊല്ലണമെന്ന്. നമ്രത നോക്കി നിൽക്ക. ഈ നാട്ടിന്റെ സെന്ററിൽ വെച്ച് എല്ലാവരുടെ കൺമുന്നിലുമിട്ട് ഈ മർഡർ ചെയ്തതിന് ശേഷം പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. ജയിൽ ശിക്ഷയും കിട്ടും. ഈ നാട്ടിലെ എല്ലാവരും എന്നെക്കുറിച്ച് വായി തോന്നിയതൊക്കെ സംസാരിക്കും. നീ ധൈര്യമായിട്ട് ഇരിക്കണോ വനജേ? അവനെ കൊന്നതുകൊണ്ട് നമ്മുടെ മകളെ തിരികെ വരുമെന്ന് കരുതുന്നുണ്ടോ? അവ ആഫ്റ്റർ ഓൾ നമ്മുടെ സ്വത്ത് മോഹിച്ച് മാത്രമാണ് നമ്മുടെ മോളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളത് നിനക്കറിയാലോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്രതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അവളെ പോയി രക്ഷിക്കാൻ പറ്റും. നമ്മൾ പോയതിനു ശേഷം സ്വത്ത് മോഹിച്ച് നമ്രതയെ അവൻ തീർച്ചയായും എന്തെങ്കിലും ചെയ്തു കളയുമെന്നുള്ള പേടി എനിക്കുണ്ട്. അവൻ ചതിയനാണെന്ന് എത്ര പറഞ്ഞിട്ടും നമ്രത അത് കേൾക്കുന്നില്ലല്ലോ. ഒരച്ഛനായി എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടി ഞാനെടുത്ത തീരുമാനമാണ് ഇത്. അതിനുവേണ്ടിയാണ് അവനെ കൊല്ലാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്താലും നമ്രതയുടെ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യുള്ളൂ. അവൻ പോയതിനു ശേഷം എന്നെങ്കിലും ഒരു ദിവസം നമ്രത അവനെപ്പറ്റി നല്ലവണ്ണം അറിഞ്ഞ് എന്നെക്കുറിച്ച് മനസ്സിലാക്കും. എന്നെങ്കിലും നമ്മുടെ വീട്ടിൽ തിരികെ വരുമെന്നല്ല വിശ്വാസം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് വനജയെ. സ്വന്തമെന്ത് ബന്ധമെന്ത് എല്ലാം ചോർന്നിടും. പിഞ്ചു നെഞ്ചിൽ പ്രണയം വന്നാൽ എല്ലാം മുടങ്ങിടും. എട്ടു ദിക്കും പൊട്ടുമാർ അട്ടഹാസമാ. സിറ്റി സെന്ററിൽ ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നു. അജ്ഞാതനായ ഒരാൾ പ്രവീൺ എന്ന വ്യക്തിയെ നടുറോഡിലിട്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കൊലപാതകത്തിനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രേമ വിവാഹമാണെന്നാണ് പോലീസ് സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് പ്രവീൺ എന്ന വ്യക്തി നമ്രത എന്ന യുവതിയുമായി പ്രേമ വിവാഹം നടത്തിയത്. നമ്രതയുടെ പിതാവിന് ഈ പ്രേമ വിവാഹത്തിൽ താല്പര്യമില്ലാത്തതിനാൽ അവരെ രണ്ടുപേരെയും പിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അത് സാധിക്കാതിരുന്നതിനാൽ അച്ഛനായ മാധവൻ തന്നെയാണ് ഈ കൊല ചെയ്തിരിക്കാമെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുകയാണ്. ഇതൊരു ദുരഭിമാന കൊലയാണോ അതോ പണമുണ്ടെന്ന അഹങ്കാരം കൊലയാണോ? സ്വന്തം മരുമകനെ തന്നെ ആളെ അയച്ച് വെട്ടിക്കൊന്ന ഈ മനുഷ്യൻ ഈ കൊലപാതകം കൊണ്ട് എന്താണ് നേടിയത്? മകളെ വിധവയാക്കിയതല്ലാതെ. കാര്യം അദ്ദേഹത്തിന് പണമുണ്ടെന്നുള്ള അഹങ്കാരത്താലും ദുരഭിമാനം കൊണ്ടും മാധവറാവു അദ്ദേഹത്തിന്റെ മരുമകനെ ഇങ്ങനെ കൊല ചെയ്തത് ന്യായമോ? ഈ വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ മാത്രമാണ് ആയിരിക്കുന്നത്. അതിനുള്ളിൽ വനജേ, 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 വിശക്കുന്നമ്മ, ചോറ് വിളമ്പ്. ഇനി എപ്പോഴും നിന്റെ കൈ കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റും. ഇരിക്കേ, ചോറ് വിളമ്പടോ.
നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞു ഇതുപോലെ. കരയില്ലേ? നമൃത തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വരും. ഞാൻ മറക്കൂന്ന് വിചാരിക്കുന്നത്. പരിപ്പ് സാമ്പാറാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? നമൃതയുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കേ. അവിടെ എന്ത് കഴിച്ചോ എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെക്കേ. നന്നായിരിക്കുന്നു. ഡോ, ഉപ്പ് എവിടെ? ഞാൻ ജയിലിലിരിക്കുമ്പോ നീ എന്നെ ഒന്ന് കാണരുത്. നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. നമൃതയ്ക്ക് ആൺകുഞ്ഞാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് വൈ, പെൺകുഞ്ഞാണെങ്കിൽ നിന്റെ അമ്മയുടെ പേര് വയ്ക്ക്. ഇന്നൊരു പ്രത്യേക കാര്യം, ബിസിനസ് കാര്യങ്ങളൊക്കെ നീ തന്നെ അടുത്തിരുന്ന് നോക്കണം. നമ്മളെ ആശ്രയിച്ച് കുറേ കുടുംബങ്ങളുണ്ട്. ഒരു മിനിറ്റ് വരാ സാറേ. ഇന്ന് പട്ടാപ്പകൽ നടന്ന ഈ ദാരുണമായ കൊലപാതകം ഈ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇത് നടന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് A1 സസ്പെക്ട് പ്രമുഖ വ്യവസായിയായ മാധവനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്വന്തം മരുമകൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതാണ് ഇയാളെ ഈ കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത്. ദുരഭിമാന കൊലകൾ വർദ്ധിച്ചു വരുന്നു. മാധവൻ വരുന്നു. കാലം എത്ര മാറിയാലും ജാതിയുടെ പേരിലുള്ള ദുരഭിമാനം മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് കാരണം ആരാണ്? എന്തുകൊണ്ടാണ് സമൂഹം ഇനിയും മാറാത്തത്? ഇത്തരം സംഭവങ്ങൾക്ക് ഒരു അവസാനമുണ്ടാവില്ലേ? ക്യാമറാമാൻ ലോകേഷ് ബാബുവിനോടൊപ്പം അഹല്യ. ആ മാധവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെയും പ്രവീന്റെയും വിവാഹം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഇത് പ്രസ്റ്റീജിയസ് ആയിട്ട് കരുതി. അതുകൊണ്ടാണ് നാട് റോഡിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡിനെ അവര് കൊന്നു. ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ലോയിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് നൽകണമെന്ന് ഞാൻ കോർട്ടിനെ അപേക്ഷിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ചെറിയച്ഛനും ബന്ധമുണ്ടെന്നാണോ? ഉണ്ടായിരിക്കാം. എന്റെ ചെറിയച്ഛനൊന്നും നല്ലവനല്ല. അദ്ദേഹം എത്ര മോശപ്പെട്ട ആളാന്ന് എന്റെ അച്ഛനമ്മയല്ലാതെ മറ്റെല്ലാവരും പറയും.